നേപ്പാളിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട RSSന്റെ പ്രതികരണം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് വിജയദശമി ദിവസമാണ്. വിജയദശമി ദിവസമാണ് RSSന്റെ സർസംഘചാലകായ മോഹൻ ഭഗവത് നേപ്പാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. നേപ്പാളിലെ പ്രക്ഷോഭം ഇന്ത്യക്കുള്ള മുന്നറിയിപ്പാണ്. അത്തരം നീക്കങ്ങൾ നടത്താൻ ഇന്ത്യയിലും ചിലർ കാത്തിരിക്കുന്നുവെന്നും അതോടൊപ്പം തന്നെ ശ്രീലങ്കയും ബംഗ്ലാദേശിലും നേപ്പാളിലുമുണ്ടായ ഇത്തരം ഭരണ അട്ടിമറികൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇന്ത്യ നോക്കിക്കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മുൻപും വിദേശകാര്യ വിദഗ്ധർ ഉൾപ്പെടെ ഇത്തരം അഭിപ്രായങ്ങൾ മുൻപും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത് തുടർച്ചയായി തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്തരം പ്രക്ഷോഭങ്ങൾ ലഡാക്കിൽ തന്നെ നാം കണ്ടില്ലേ, വളരെ പെട്ടെന്നായിരുന്നു ആ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. 4 പേർ മരണപ്പെടുകയും ചെയ്തു. അത്തരത്തിലുള്ള ഒരു നീക്കം ഇന്ത്യ ജാഗ്രത പാലിക്കണമെന്ന് RSS എന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയുടെ മേധാവിക്ക് തന്നെ തുറന്നു പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. പലരും പറയുകയാണ് RSS ഉണ്ട്, ഇന്ത്യൻ പട്ടാളമുണ്ട്, അതൊന്നും നടക്കില്ലെന്ന്. ചിലർ ഇതിനു വേണ്ടി പുറപ്പെട്ടിറങ്ങിയാൽ നടക്കാതിരിക്കാൻ കഴിയുമോ? അത് ചിലപ്പോൾ നമുക്ക് ഒരു പരിധിവരെ അമർച്ച ചെയ്യാൻ കഴിയും. പക്ഷെ ആ അമർച്ച ചെയ്യുന്ന ആ സമയമുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അറിയാം. പൗരത്വ ഭേദഗതിയും ഇത്തരം ഒരു സ്പോൺസർ സമരമാണല്ലോ. ആ വലിയ രീതിയിലുള്ള ഒരു 50 ദിവസത്തിലധികം നീണ്ടു നിന്ന വലിയൊരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ ഫലം എന്തായി ഉണ്ടായി? ഡൽഹി കലാപം ഉണ്ടായില്ലേ? അന്ന് ഡൽഹിയിൽ കലാപത്തിൽ 40-ലധികം സാധാരണക്കാർ കൊല്ലപ്പെട്ടില്ലേ? അങ്ങനെയാണ് കലാപം ഉണ്ടാകും. ചിലപ്പോൾ നാം അത് അടിച്ചമർത്തിയാലും നഷ്ടപ്പെടുന്നത് നമ്മുടെ ജനങ്ങളെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് എന്തായാലും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. കേന്ദ്ര സർക്കാരിനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇപ്പോൾ മോഹൻ ഭഗവതിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, നേപ്പാളിനും ശ്രീലങ്കയും കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ വലിയ തിരിച്ചടി ഉണ്ടാകും. പൗരത്വ ഭേദഗതി മാത്രമല്ല, കർഷക സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കൂ, അവിടെയും വലിയ രീതിയിലുള്ള സമരം ഉണ്ടായില്ലേ, ഫണ്ടിങ്ങുകൾ ഉണ്ടായില്ലേ? നാം തന്നെ അത്ഭുതപ്പെട്ടു. കർഷകരെന്ന് പറയുന്നവർ വലിയ കോടാനുകോടി രൂപയുള്ള കാറിൽ വരുന്നു, പോലീസിനെ ആക്രമിക്കുന്നു, റോഡ് ഉപരോധിക്കുന്നു, ഒരു വാഹനം പോലും കടത്തിവിടാതിരിക്കുന്നു. അവസാന ഘട്ടത്തിൽ നാം എന്താണ് കണ്ടത്? ചെങ്കോട്ട കയ്യേറുകയാണ്, പിടിച്ചെടുത്ത് അവിടെ ഖാലിസ്ഥാന്റെ കൊടി നാട്ടുകയാണ്. ആ രീതിയിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടായി. അപ്പോഴും നാം പറയുകയാണ് ഇന്ത്യയിൽ സംഭവിക്കില്ലെന്ന്. ഇന്ത്യയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. സംഭവിക്കുന്ന കാര്യങ്ങൾ അതിനെ അമർച്ച ചെയ്യാൻ കഴിയും, പക്ഷെ അവിടെ ഒരു മരണം സംഭവിക്കുകയാണ്, ഇന്ത്യക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ നാശനഷ്ടങ്ങൾ പോലും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല. കാരണം വിഭജനത്തിലൂടെ മുറിവേറ്റ ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ മുറിവുകൾ ഉണങ്ങി ഇപ്പോൾ ഒന്ന് വികസിച്ച് വരുമ്പോൾ അത് ഇന്ത്യയെ തകർക്കുക എന്നത് അയൽ രാജ്യങ്ങളുടെ ലക്ഷ്യമാണ്, വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പല രീതിയിൽ ഭീകരപ്രവർത്തനങ്ങളുടെ രീതിയിൽ, ഫണ്ടിങ്ങിന്റെ രൂപത്തിൽ, അതോടൊപ്പം തന്നെ മയക്കുമരുന്നിന്റെ രൂപത്തിൽ എത്രയെത്ര മേഖലകളായി തിരിച്ച് ഇന്ത്യയിലേക്ക് അവർ കടന്നു വരാൻ ശ്രമം നടത്തുന്നു. അതിനെ തടയിടേണ്ടത് ഓരോ പൗരന്റെയും കർത്തവ്യമാണ്. അത് നടപ്പിലാക്കുക എന്നതാണ് നാം ഇനി ചെയ്യേണ്ടത്. അത് തന്നെയാണ് ഇപ്പോൾ മോഹൻ ഭഗവതും പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും നാം ജാഗ്രത പുലർത്താൻ ശ്രമിക്കുക. കാരണം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഒരു ഹബ്ബായി ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ മാറുകയാണ്. ജിഹാദി പ്രവർത്തനങ്ങൾക്ക് അവർക്ക് സഹായങ്ങൾ നൽകുന്ന മനസ്സുള്ള ജനങ്ങൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അവരെ പരിവർത്തനം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത്തരമൊരു പരിവർത്തനം വലിയ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് ജമ്മു കാശ്മീരിൽ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ല, പക്ഷെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞിട്ടില്ല എന്നതിന് തെളിവാണല്ലോ പെഹൽഗാമിലെ ആക്രമണം. പെഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ അവർക്ക് പിന്തുണ നൽകിയവർ അവിടെ ഉണ്ടായിരുന്നല്ലോ, അവരുടെ കുടുംബാംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പൂർണ്ണമായി തന്നെ കാശ്മീർ മാറാൻ അവർ തയ്യാറായിട്ടില്ല, പക്ഷെ മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ പതുക്കെ ആ മാറ്റങ്ങൾ അവിടെ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ, ഇന്ന് കേരളത്തിൽ പോലും അത് സംഭവിച്ചില്ലേ? കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ഇന്നലെ ആയിരുന്നല്ലോ അങ്ങ് ഉത്തർപ്രദേശിൽ മുജാഹിദ് ആർമി
അവിടുത്തെ ഭരണത്തെ അട്ടിമറിക്കാനും നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കാനും വേണ്ടി ഒരു സംഘടന രൂപീകരിച്ച് അവർ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നും യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് സംഘടിപ്പിച്ച് സീപ്പർ സെൽസായി മാറ്റി സംഘർഷത്തിനായുള്ള ഒരുക്കത്തിൽ നിൽക്കുമ്പോഴാണ് അവിടുത്തെ ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിന്റെ പിടിയിൽ 4 പേർ ആകുന്നത്. പിന്നീട് അവരുടെ സൂത്രധാരനെ തേടിയെത്തിയപ്പോൾ ആ ATS എത്തപ്പെട്ടത് എവിടെയാണ്? കേരളത്തിലല്ലേ, മലപ്പുറത്തല്ലേ. അത് കേരളം ഉൾപ്പെടെയുള്ള, തെലുങ്കാന ഉൾപ്പെടെയുള്ള, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള, ഡൽഹി ഉൾപ്പെടെയുള്ള ബംഗാൾ ഉൾപ്പെടെയുള്ള പല പ്രദേശങ്ങളിലും ഇത്തരം ഭീകരവാദികൾക്ക് വലിയ സ്വാധീനമുണ്ട്. അത് പലതവണ NIA കണ്ടെത്തിയിട്ടുണ്ട്. NIAയുടെ കണ്ണുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ 2 കണ്ണും തുറന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാതിരിക്കുന്നത്. എന്നിട്ടും പഹൽഗാം ഉണ്ടായി. ആ വീഴ്ച പലരും കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരം വലിയൊരു ഭീകരവാദികൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ നാം ഭയപ്പെടും. ഭീകരവാദികൾ അങ്ങനെ ടൂറിസം കേന്ദ്രത്തിലേക്ക് നടന്നടുക്കുകയാണ്. ആരും അവരെ തടയാനില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആളുകളെ പേര് ചോദിച്ചും അതോടൊപ്പം തന്നെ ആൺ പെൺ വ്യത്യാസം തിരിച്ചുമെല്ലാം കൊലപ്പെടുത്തുകയാണ്. എന്നിട്ട് പോലും അതിനെ തടയാൻ അവിടെ ഒരു പോലീസോ ഒരു സൈനിക ഉദ്യോഗസ്ഥനോ ഇല്ലാത്ത അവസ്ഥ എങ്ങനെ ഉണ്ടായി? അപ്പോൾ അത് വീഴ്ചയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെ വീഴ്ചയായി അത് തുറന്നു സമ്മതിക്കണം. കാരണം ആ ദൃശ്യങ്ങൾ നമുക്ക് തെളിവാണ്. നമ്മുടെ മുന്നിൽ ആ ദൃശ്യങ്ങളുണ്ട്. ഭീകരവാദികൾ നടന്നു വരികയാണ്. ഉല്ലാസപൂർവ്വം കാര്യം പറഞ്ഞു, വർത്തമാനം പറഞ്ഞു, അവർ തങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ട് നടന്നു വന്ന് മതം ചോദിച്ച് കൊലപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടായി. അവർക്ക് പിന്തുണ നൽകാൻ ഇവിടെ ആൾക്കാരുണ്ട്. അതിനെക്കുറിച്ചെല്ലാം RSS വ്യക്തമാക്കുകയാണ്. അല്ലാതെ RSSനെ നിരന്തരം വിമർശിക്കുക, അവരാണ് ഉണ്ടാക്കുന്നത്, അവരാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രശ്നങ്ങൾ നാം തന്നെ പരിഹരിക്കണം. അതിന് കൃത്യമായ അന്വേഷണം നടത്തണം. അങ്ങനെ ഒരു അന്വേഷണം നടത്താത്തത് കൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്ന ആ ഭീകരവാദിയെ മുഹമ്മദ് അസറിനെ മലപ്പുറത്ത് നിന്ന് പിടിയിലായത്. എന്തുകൊണ്ട്? കേരള പോലീസിന് അദ്ദേഹം അവിടെ മലപ്പുറത്തെ ഒരു പ്രദേശത്തിരുന്ന് ഉത്തർപ്രദേശിലെ വിവിധ ഇടങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ പോലീസിന്, പിണറായിയുടെ പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഇന്റലിജൻസ് സംവിധാനങ്ങൾ എവിടെയായിരുന്നു? അല്ലെങ്കിൽ പലതും ഈ എന്തെങ്കിലും ചാനൽ ചർച്ചയിലിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലോ, പിണറായി വിജയനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടാലോ വീട് വളഞ്ഞ് പോലീസ് ചാടിയിറങ്ങി വീട് രാത്രി തന്നെ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകും, മാധ്യമങ്ങൾക്ക് മുന്നിൽ വിചാരണ ചെയ്യാൻ കൊടുക്കും. ഈ ഭീകരവാദി ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല? നിങ്ങൾ സമ്മതിക്കുമോ? ഞങ്ങളുടെ പോലീസിൽ പച്ച വെളിച്ചമുണ്ട്, പച്ച വെളിച്ചത്തിന്റെ സംരക്ഷണയിലാണ് മലപ്പുറത്തെ ആ ഭീകരവാദി കഴിഞ്ഞതെന്ന് നിങ്ങൾ തുറന്നു പറയാനുള്ള മനസ്സുണ്ടോ? ആ ഭീകരവാദി അവിടെ നിന്നും നല്ല മട്ടൻ ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും കഴിച്ചിരുന്നപ്പോൾ അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്നാണ് ഉദ്യോഗസ്ഥർ എത്തി പിടിക്കേണ്ട അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇനി തുടരന്വേഷണം ഉണ്ടാകുമോ? അതുമില്ല. അവരുടെ ആൾക്കാരെ തീവ്രവാദിയെ പിടികൂടി പോയി. ഇനി നാമല്ലേ കൃത്യമായ അന്വേഷണം നടത്തേണ്ടത്. ആ ഭീകരവാദികൾക്ക് ആരെല്ലാം സഹായം ചെയ്തു? അദ്ദേഹം എങ്ങനെ മലപ്പുറത്തെത്തി? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണ്? കേരളത്തിൽ അദ്ദേഹം വസിക്കാനുണ്ടായ കാരണം എന്താണ്? അദ്ദേഹത്തിന് മറ്റുള്ള ഏതെങ്കിലും നേതാക്കളുമായി ബന്ധമുണ്ടോ? അത്തരം കാര്യങ്ങൾ കേരളത്തിൽ അന്വേഷിക്കണ്ടേ? അത് അന്വേഷിക്കാതെ ഇനി മുൻപെടുത്ത തീരുമാനം പോലെ ആയിരിക്കുമോ? പണ്ട് NIA നിരോധിച്ചപ്പോൾ പിണറായി വിജയന്റെ ഒരു ഫത്വ വന്നു, കേരളത്തിൽ അമിതമായി പോപ്പുലർ ഫ്രണ്ടിനെ ആക്രമിക്കാൻ പാടില്ല. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പ്രശ്നമാണ്. അങ്ങനെ വലിയ റെയ്ഡും വലിയ വേട്ടയൊന്നും ആവശ്യമില്ല. കാരണം അത് ന്യൂനപക്ഷ സമുദായത്തിന് പ്രതിസന്ധി, അവർക്ക് വേദനിക്കുമെന്ന് പിണറായി വിജയൻ പേടിച്ചു പിന്നാലെ അദ്ദേഹത്തിന്റെ കാരുണ്യവാനായ, കാരണഭൂതനായ, കൺകണ്ട ദൈവമായ പിണറായി സഹാവ് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവരെ മറ്റു സംസ്ഥാനങ്ങളിലല്ലേ നാം കണ്ടിട്ടുണ്ടല്ലോ, അവരുടെ ഓരോ പ്രവർത്തകന്റെ വീടിലും എത്തി ഭീകരവാദ പ്രവർത്തനത്തിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ആരെയായാലും തൂക്കി ജയിലിലിടുന്ന സാഹചര്യമില്ലേ? കേരളത്തിൽ അതുവല്ലം കണ്ടോ? കേരളത്തിൽ അത് അറിയാവുന്നത് കൊണ്ടാണ് NIA രഹസ്യമായി കേരള പോലീസിനെ പോലും അറിയിക്കാതെ ഇവരെ വീടുകൾ റെയ്ഡ് ചെയ്യുകയും ഇവരെ ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അറസ്റ്റ് ചെയ്ത് TV വാർത്ത വരുമ്പോഴാണ്, നാട്ടുകാർ വിളിച്ചറിയിക്കുമ്പോഴാണ് പോലീസ് അവിടെ ഓടിയെത്തുന്നത്.
ഓടിയെത്തിയിട്ട് എന്താണ് അവരുടെ പരിപാടി? വീട്ടിനുള്ളിൽ പോലും കയറ്റാറില്ല ഈ കേരള പോലീസിനെ. പുറത്ത് നിൽക്കും. അകത്ത് NIAയും പുറത്തു നിൽക്കുക. അത് അന്ന് അവർ വന്നത് തന്നെ കേന്ദ്ര സൈനികരുടെ പിന്തുണയോട് കൂടിയതാണ്. സുരക്ഷയിലാണ് പല NIA ഉദ്യോഗസ്ഥർ ഈ റെയ്ഡിന് വരുന്നതിന്. അപ്പോൾ ഇപ്പോൾ കേന്ദ്ര സൈനികരും അതോടൊപ്പം തന്നെ NIA ഉദ്യോഗസ്ഥരും അതും കഴിഞ്ഞാണ് മാധ്യമപ്രവർത്തകരോടൊപ്പമാണ് പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നത്. അങ്ങനെ ഒരു ഗതികേടിലേക്ക് പോലീസ് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തുടർച്ച തന്നെയാണ് നാം വീണ്ടും കാണുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.